സംഭവിക്കുന്നത്? ഇത് മൊത്തം ഫുഡ് കൗണ്ടേഴ്സ് ആണ്. അതുപോലെ നല്ല ജംബോ പ്രോൺസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഷോർമ, ബർഗേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പാസ്റ്റാസ്, ലൈവ് കൗണ്ടേഴ്സ് ആണ്. ഗാർലിക് ബ്രെഡ്. നമ്മുടെ എറണാകുളത്തെയൊക്കെ വർഷങ്ങളായ ആൾക്കാർക്ക് ഒരു റെഗുലർ സ്ഥലം കാണും. അതുപോലത്തെ ഒന്നാണ് യുവറാണി. നമ്മുടെ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആസ് യൂഷ്വൽ. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിങ് ഇൻ ദ ഹോൾ വേൾഡ് ഇസ് ട്രാവലിംഗ് ആൻഡ് സ്റ്റേയിങ് ഇൻ റിയലി ഗുഡ് പ്ലേസസ്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സിബിഷനാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്, KTM, കേരള ട്രാവൽ മാർട്ട്. സോ ബേസിക്കലി അത് ഈ കേരളത്തിലുള്ള എല്ലാ ടോപ്പ് റിസോർട്ട്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എക്സിബിഷനാണ്. പക്ഷെ അത് പബ്ലിക്കിന് വേണ്ടിയല്ല, അത് കൂടുതൽ ഒരു ഏജൻസിനും അതുപോലെ അവരുടെ ആൾക്കാർക്ക് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും നെറ്റ്വർക്കിങ്ങും അങ്ങനെയുള്ള ഒരു സംഭവമാണ്. സോ ഔട്ട്സൈഡേഴ്സിന് ചിലപ്പോൾ എന്താണെന്നുള്ള KTM എന്താണെന്ന് അറിയില്ല. സോ അവർക്ക് ഇതൊരു ഇൻട്രഡക്ഷൻ ആയിരിക്കും. സോ ദർസ് ഗോയിങ് ടു ബി ലോഡ് ഓഫ് റിസോർട്ട്സ്, അവരുടെ കൗണ്ടേഴ്സ്, അതുപോലെ ഗ്രാൻഡ് ഫുഡും ഒരു ഫെസ്റ്റീവ് ഇവൻ്റ് ആയിരിക്കും. നമ്മുടെ CM ആണ് അവരുടെ ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തായാലും ലേറ്റായിട്ട് പോയി ഇനോഗ്രേഷൻ ഒക്കെ കഴിയട്ടെ, അതൊന്നും അല്ലല്ലോ കവർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫുഡും അവിടുത്തെ ഫണ്ടും ബാക്കിയുള്ള റിസോർട്ട്സിനെ കുറിച്ചൊക്കെ അല്ലേ. സോ എന്തായാലും നമ്മൾ റെഡി ആയിട്ട് നേരെ ഇനോഗ്രേഷന് പോവാം. ഇനോഗ്രേഷൻ നടക്കുന്നത് നമ്മുടെ ലേ മെറിഡിയനിലാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ആക്ച്വലി സ്കെയില് മനസ്സിലാവുന്നത്. ഏകദേശം 10,000 ആൾക്കാർ വരുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൽ ഡിഗ്നറ്ററീസ്, മിനിസ്റ്റേഴ്സ്, നമ്മുടെ CM ആയ പിണറായി വിജയനാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. സോ ഓബ്വിയസ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി സോ ഹ്യൂജ്. ആക്ച്വലി ഇവിടെ എനിക്കൊന്ന് ലോഞ്ചിങ്ങും ഇനോഗ്രേഷനും സ്പീച്ചും അതൊക്കെ കഴിഞ്ഞ് കാണും, ഡിന്നർ കാണും. അത് സാധാരണ KTM ഡിന്നേഴ്സ് ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു. കാരണം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി അല്ല ഇവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കും അവർ സംഭവം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡെക്കറേഷൻ സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് കറക്റ്റ് ടൈമിനെ ഇവിടെ അന്നുമാണ് എന്നെ ഇത്ര ലേറ്റ് ആക്കി കൊണ്ടുവന്നത് കേട്ടോ. അന്നുമാണ് എന്നെ ഇത്ര ലേറ്റ് ആക്കി കൊണ്ടുവന്നത്. ഏത് അത് നാളെയല്ലേ? അതിലാണ് നമുക്ക് നമ്മുടെ മുതലാളിയുടെ ഒക്കെ കട കാണാം, സ്റ്റോർ ഇട്ടിട്ടുണ്ട്. ഏതായാലും കറക്റ്റ് സ്ഥലത്തെ കയറിയത്. ഭയങ്കര ആയിട്ട് അവര് ഫുഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സോ എന്തൊക്കെയാ ഫുഡ് എന്നൊക്കെ നോക്കാം. ആദ്യം ചെറിനൊന്നും പോയി തപ്പിയിട്ട് വന്നല്ലോ. എന്താ ഇത്? എന്തൊക്കെയാ കേരളത്തിൽ സംഭവിക്കുന്നത്? അപ്പോ ഇത് മൊത്തം ഫുഡ് കൗണ്ടേഴ്സ് ആണ്. മൾട്ടിപ്പിൾ കൗണ്ടേഴ്സ് അവർ വെച്ച് ഇത് ഫുൾ വൈഡാക്കാം. ഇവിടെ നിന്ന് ഇത്ര ഏരിയ മൊത്തം ഫുള്ളാണ്. സോ യു ഗോട്ട് ഓൾ ക്യൂസിൻസ്, ഇന്ത്യ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ, ഡിസേർട്സ്, ലൈവ് കൗണ്ടേഴ്സ്, സാലഡ്സ്, ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുക. ഇത് ഇപ്പോഴെ എപ്പോൾ കഴിച്ചു തുടങ്ങി എപ്പോൾ കഴിച്ചു തീരാനാ. വെളിയിൽ മറ്റേ ബ്രാൻഡി, വിസ്കി കൗണ്ടർ എല്ലാം ഉണ്ട്. മോക്ടെയിൽസ് കാണും, ജ്യൂസ്. വൃത്തിയായിട്ട കേറ്ററിംഗ് ആൾക്കാരുണ്ടല്ലോ, നമുക്ക് 1 പീസ് 2 പീസൊക്കെ വെച്ച് തരുന്നത് ആ ഒരു സെറ്റപ്പ് അല്ല. അങ്ങോട്ട് ഫുഡിട്ട് നിറച്ചിട്ടിരിക്കുക, ആവശ്യമുള്ള അത്രേ എടുക്കാം. എല്ലാം എടുക്കും കേട്ടാ. സാലഡ്സ് ആണെങ്കിലും മെയിൻ കോഴ്സ് ആണെങ്കിലും. മൈ ഗോഡ്, KTM ആർക്കെങ്കിലും പാസ് കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതിലൂടെ ലൈവ് മ്യൂസിക്, ഡാൻസ്, പിന്നെ ഇവിടെ ആൽക്കഹോൾസ്, കോക്ടെയിൽസ്, വൈൻസ്. മെയിൻ ആയിട്ട് ഒരു സോഷ്യലൈസിങ് ഇവന്റ് ആണ്. എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരും ഉണ്ട്. ഹിന്ദിക്കാര്, ഫോറിനേഴ്സ്, എസ്പെഷ്യലി എനിക്കൊന്ന് യൂറോപ്യൻസ് ആയിരിക്കും, ഓസ്ട്രേലിയൻസ്. സ്നാക്സ് വേറെ, സ്നാക്സിന്റെ വെറൈറ്റി തന്നെ. ഇവിടുത്തെ ആൾക്കാരുടെ വെറൈറ്റി, ക്രൗഡിന്റെ വെറൈറ്റി പോലെ. പൊടി ഇഡലി തൊട്ട് സ്പ്രിംഗ് റോൾസ് തൊട്ട് ചിക്കൻ 65 തൊട്ട് വെറൈറ്റി ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. അന്നുവിന്റെ മുഖത്ത് ഒരു ചമ്മലുണ്ട്. അങ്കിളിന്റെ അന്നുവിന്റെ അച്ഛനുണ്ടല്ലോ എല്ലാ ഇവന്റിലും ഇങ്ങനെ സ്റ്റാർ ആയി നിൽക്കും കേട്ടാ. അതുകൊണ്ട് അന്നൊന്നും ശരിക്കും പറഞ്ഞ ഒരു വിലയില്ല. ഇവിടേക്ക് അന്ന് വന്നു കഴിഞ്ഞാൽ ഒരു വിലയില്ല. അങ്കിളായിരിക്കും എല്ലായിടത്തും സോഷ്യലൈസ് ചെയ്തത്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിരിക്കുന്നത് നോക്കിക്കും. ഇവിടെ കയ്യും കണക്കും ഇല്ലാതെയാണ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഇത് എക്സ്ട്രാവഗൻ അംബാനിയുടെ കല്യാണമൊക്കെ പോലെ ആണ് നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ ഇവിടെ ഫീൽ ചെയ്തത്. പാക്കിലൊക്കെ ക്രൗഡാണ് കേട്ടാ. മുതലാളിനെ കണ്ടാ? വാ നിൽക്കുന്നത് നമ്മുടെ മുതലാളി. നിൽക്കുന്നത് മുതലാളി മൈൻഡില്ല, ഫുൾ മീറ്റിംഗ്. ഹലോ, ഹായ്, ലോങ് ടൈം.
അറിയാലോ ഇത് എന്തോന്നാ ഇത് സ്നാക്സും ടിപ്സും ഒക്കെ വെച്ചിരിക്കുന്ന നോക്ക് ഇങ്ങനെ ഇരിക്കാം ഉപ്പേരി വരെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു കൗണ്ടർ മാത്രം കാണിക്കാം ഒരു ഏരിയ മാത്രമേ സോ ഇത് റൈസ് കറീഡ് ഫ്രൈഡ് റൈസ് കേരള റൈസ് എന്തോ പുലാവും പിന്നെ ഇതൊക്കെ വെജാണ് പനീർ മസാല ടിക്ക വെജിൻ്റെ സ്പ്രെഡ് മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് ചൈനീസ് വെജ് അതുപോലെ തന്നെ ഇടിയപ്പം പൊട്ടറ്റോ പീസ് കുറുമ വെജസ് പിന്നെയും എന്തോ പീസ് പുലാവ് ആൻഡ് മീൻ മോളി പിന്നെ ഇത് മട്ടൺ ഇത് ചിക്കൻ ഗീ റോസ്റ്റ് പിന്നെ അങ്ങോട്ട് കിടക്കുവാണ് കേട്ടോ ഇത് ബീഫ് പെപ്പർ മസാല പിന്നെ ലെമൺ ഗാർലിക് ചിക്കൻ ഇതെന്തോ ചൈനീസ് ചില്ലി ചിക്കൻ അങ്ങനെ വെറൈറ്റി ഫുഡ് അങ്ങോട്ട് കിടക്കുവാണ് അല്ലാതെ എക്സ്ക്ലൂസീവ് തലശ്ശേരി ബിരിയാണി അത് വേറെ ഇവിടെയുണ്ട് അത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അതെനിക്കൊന്ന് ഇവിടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആയിരിക്കും പിന്നെ ലൈവ് കൗണ്ടേഴ്സ് ഓഫ് പൊറോട്ട ബട്ടർ നാൻ നിങ്ങൾ എന്താണ് ഒരു മാജിക് ജീനി പോലെയാണ് ഒരു മാജിക് ജീനി പോലെയാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിവിടെ എവിടെയെങ്കിലും കാണും ഫുഡ് ഈസ് ഡ്രീം കം ട്രൂ ദ ബിഗസ്റ്റ് ഫുഡ് എന്താ പറയുന്നത് ഒരു സെർവിങ് ഐ ഹവ് എവർ സീൻ ഇവരുടെ തലശ്ശേരി ബിരിയാണി മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇതുവരെ പിന്നെ കുറച്ച് സ്നാക്സും വേറെ ലെവലാണ് ഒന്നും കഴിയാതെ ഇവിടെ ലൈവ് പാസ്ത കൗണ്ടർ ഉണ്ട് ജെയിൻ ഫുഡ് കൗണ്ടർ ഉണ്ട് തായ് കറി പാസ്ത ഒരു കോണ്ടിനെന്റൽ ഫുഡ് അതല്ലാതെ ദേ ഇവിടെ ഒരു ചായക്കട സെറ്റപ്പ് ഓ ഫുഡ് ആഘോഷം ഫുഡ് വെച്ച് ആഘോഷിക്കണം എന്ന് പറയുന്നത് ഇതാണ് അതുപോലെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയത് ഇവരുടെ തായ് കൗണ്ടേഴ്സ് ആണ് തായ് ഗ്രീൻ കറി തായ് റെഡ് കറി പ്ലെയിൻ റൈസ് ഇനി കുറച്ച് പാസ്തയും കൂടെ കഴിച്ചിട്ട് വേണം ഡെസേർട്സ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് അയ്യോ ഇത് ഞാൻ നോക്കിയപ്പോൾ വിജയൻ ചേട്ടൻ്റെ കടയാണ് കേട്ടോ നമ്മുടെ ഒക്കെ ട്രാവൽ ഇൻസ്പിറേഷൻ ആയ ചായക്കട ഖത്തർക്കടവിൽ നടത്തി ലോകം മൊത്തം ചുറ്റിയ വിജയൻ ചേട്ടൻ്റെ പിള്ളേരായിരിക്കും ഇപ്പോൾ നടത്തുന്നത് വെരി ഹാപ്പി ടു സീ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇവിടെ നല്ല കിടിലം പഴംപൊരിയാണ് ഖത്തർക്കടവിൽ കിട്ടും എനിക്കത് വിജയൻ ചേട്ടൻ മോനാന്ന് തോന്നുന്നു സോ ഞങ്ങൾ ആക്ച്വലി ഇപ്പം ഒരു കറക്റ്റ് ഒരു 6 days ആയിട്ടാ വിത്തൗട്ട് 0 grams ഓഫ് ഷുഗറാണ് കുനാഫയൊക്കെ കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നു ലൈവ് ജിലേബി ഓ എടുക്കണോ വേണ്ടയോ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക് അതെ തല വഴി ഇടിച്ചു വീണാന്ന് തോന്നുന്നു പിന്നെ അതെ ഇതെന്താ അശോക് ഹൽവ അതെന്തോ ജെയിൻ ഫുഡാണ് ഗുലാബ് ജാമുൻ ഗീവർ ഇതൊന്നും കഴിക്കുന്ന ആരെയും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ അതെ ഐസ്ക്രീംസ് അലുവ എന്തോ എന്നാലും വാ അതാണ് വേണ്ടത് അതുകൊണ്ട് എനിക്കും അതിനൊരു പ്രചോദനമാണ് ഞാൻ ഐസ്ക്രീം കഴിക്കില്ല ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം റെഡ് വെൽവെറ്റ് മൂസ് കേക്ക് ഈ ജിലേബി ഉണ്ട് മറ്റേ ജിലേബി ഉണ്ട് ഇനി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പുഡിംഗ് ഉണ്ട് കേട്ടോ പിന്നെ ബെറ്റർ പ്ലാൻ പുഡിംഗ് വട്ടപ്പാലം ഉമാലി ഇതൊന്നും കഴിക്കാൻ പോലും പറ്റില്ല പിന്നെയും ഗുലാബ് ജാമുൻ ഇതെന്താ ബദാം മൂങ് ഹൽവ പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഇതെല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്താനെ ഇപ്പോൾ ഒരു സാധനം ടേസ്റ്റ് ചെയ്യാതെ പോലെയാണ് ജ്യൂസ് പോലും കുടിച്ചിട്ടില്ലേ അറിയോ പക്ഷേ ഞങ്ങൾക്ക് അടുത്തൊരു വലിയ ട്രിപ്പ് വരുന്നുണ്ട് അതിനു മുമ്പ് നന്നായി ഒന്ന് ഫിറ്റ് ആവണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഗ്രാം ഷുഗർ പോലും കഴിക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ കോഫി അതൊന്നും കുടിക്കാറില്ല ജ്യൂസ് ഇല്ല ഒന്നുമില്ല കേട്ടോ സോ അങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ ഫസ്റ്റ് ഡേ വൈൻഡപ്പ് ആണ് ദിസ് വാസ് സോ ക്രേസി ഞങ്ങൾ ആദ്യത്തെ സ്പീച്ചും ഒന്നും വന്നില്ല ഇനിയും നമുക്ക് ഇവരുടെ സ്റ്റോൾസ് കാണണം ഏതൊക്കെ ഹോട്ടൽസ് ഉണ്ട് നമുക്കൊന്ന് നോക്കാമല്ലോ എന്നിട്ട് നമുക്ക് നല്ല ഹോട്ടൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എസ്പെഷ്യലി ഐ ജസ്റ്റ് വോണ്ട് ടു ഡു സംതിങ് ഫ്രം മൈ സൈഡ് ടു വയനാട് അവിടുത്തെ ടൂറിസത്തിൽ നിന്ന് കാരണം നമ്മളെ വളർത്തിയത് ഈ ടൂറിസം ആൻഡ് ട്രാവൽ സെക്ടർ തന്നെയാണ് യൂട്യൂബ് ചാനൽ സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഡു സംതിങ് ഫോർ വയനാട് സോ വയനാട് ഏരിയയിൽ നല്ല പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം എന്തായാലും റാപ്പിംഗ് അപ്പോൾ ഡേ 1 പക്ഷേ ഒരു കാര്യമുള്ളതുണ്ടല്ലോ നമ്മൾ കള്ള് കുടിക്കാത്തതുകൊണ്ട് അവരുടെ കൗണ്ടറിൽ പോയോണ്ടല്ലോ സോറി നിങ്ങൾക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു വിടും നമ്മൾ 2-3 മോക്ടെയിൽസ് ഒക്കെ ചോദിച്ചു അവർ തന്നില്ല അവരൊരു മോക്ടെയിൽസില്ല ഉള്ളി കോക്ടെയിൽ ഞാൻ പറഞ്ഞു ആ കോക്ടെയിൽ ആൽക്കഹോൾ ഒഴിക്കാതെ തന്നാൽ മതി അവരൊരു സോറി സാർ പറ്റില്ല അത് മാത്രം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് ഡേ 2 കാണാം ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നലത്തെ ഒരു കിടിലൻ ഫുഡ് അടി കഴിഞ്ഞ് ഇന്ന് നമ്മൾ KTM എക്സിബിഷൻ കാണാൻ പോവാണ് സോ ഈ KTM ഇപ്പം ഇന്ന് ഡേ 2 ആണ് സോ ഇതിൽ സമുദ്ര ഹാളിലാണ് നടക്കുന്നത് ഓരോ വലിയ വലിയ ഹോട്ടൽസിൻ്റെ റിസോർട്ട്സിൻ്റെ ഒക്കെ കൗണ്ടേഴ്സ് കാണും സോ നമുക്ക് അങ്ങനെ പുതിയ ഹോട്ടൽസ് ഏതാണെന്ന് അറിയാം അപ്കമിങ് പ്രോജക്ട്സ് ഏതാണെന്ന് അറിയാം അല്ലെങ്കിൽ ഈ ഹോട്ടൽസിന് ഇപ്പോഴും ഇങ്ങനത്തെ ഹോട്ടൽസ് ഇങ്ങനത്തെ ലൊക്കേഷൻസിലുണ്ടെന്ന് അറിയാം സോ അങ്ങനത്തെ ഒരു സംഭവമാണ് സോ KTM എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ബേസിക്കലി ഇറ്റ്സ് എ നെറ്റ്വർക്കിംഗ് ആൻഡ് പബ്ലിസിറ്റി ഇവൻറ്റ് ഫോർ റിസോർട്ട്സ് അപ്പോൾ നമുക്ക് നേരെ അന്തുനെ പിക്ക് ചെയ്ത് അവരുടെ സ്റ്റോൾസിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാം അതിന് രാത്രി ക്രൗൺ പ്ലാസയിൽ വീണ്ടും ഗ്രാൻഡ് ഗാല ഡിന്നർ
നമ്മളിപ്പോൾ ഇവിടുത്തെ KTM മാർട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ അകത്തെ പാർക്കിംഗ് വിടും, വെളിയിൽ പോലും പാർക്കിംഗ് ഇല്ല. എനിക്ക് നമ്മൾ കുറച്ച് ദൂരം പാർക്ക് ചെയ്ത് ഓട്ടോ പിടിച്ചൊക്കെയാണ് ഇവിടം വരെ എത്തേണ്ടത്. അത്രയും ക്രൗഡഡ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റോൾസും കൂടെ ഉള്ള ഒരു വർഷമായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി സം ഓഫ് അവർ ഫേവറേറ്റ് ഹോട്ടൽ സ്റ്റോൾസ് വിൽ ബി ദർ ആൻഡ് ഒരു കേരള ടൂറിസത്തിൻ്റെ ഒരു ഫീലും നമുക്കിവിടെ കാണാൻ പറ്റും. വെളിയിൽ തന്നെ കാരവൻ നടക്കുന്നുണ്ട്. ഈ കാരവൻ ടൂറിസത്തിൻ്റെ പിന്നെ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഞാൻ അപ്ഡേറ്റ് ഒന്നും കണ്ടില്ല. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ സിനിമക്കാരുടെ കാരവനുണ്ട് പോലെയുണ്ട്. ബെൻസിൻ്റെ കാരവനാണ്. എപ്പോഴെങ്കിലും ഒരു കാരവൻ ട്രിപ്പ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. നല്ല ബഡ്ജറ്റിലാണ് അവർ ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഫുഡാണെങ്കിലും ഇവിടുത്തെ സെറ്റപ്പ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ടാണ് അവർ നടത്തുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഇത്രയും ഒന്നും എത്നിക്കായിട്ടും നല്ല ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മളൊരു റിസോർട്ടിലേക്ക് കയറിപ്പോകുന്ന പോലെ തോന്നുന്നത്. ഈ റിസോർട്ട്സൊക്കെ കാട്ടിക്കൂടുതൽ അവർ കൂടുതൽ ഇവിടുത്തെ അഗ്രോ ടൂറിസം, ലോക്കൽ ലൈഫ്, സ്പൈസസ് അങ്ങനത്തെ ഒക്കെ കൗണ്ടേഴ്സ് കാണുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോഴേക്കായിരിക്കും കൂടുതൽ റിസോർട്ട്സ് കൗണ്ടേഴ്സ് വരുന്നത്. നൈസ് നോ? എന്തോരം ആൾക്കാരുടെ ലൈവ്ലിഹുഡ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ ടൂറിസം എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി ഇത് വളർന്ന് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. അറ്റ്ലീസ്റ്റ് റവന്യൂ വൈസ് ആവണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കർണാടക ടൂറിസം, തമിഴ്നാട് ടൂറിസം ഒക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ മൈസൂറൊക്കെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് വന്നോളൂ അല്ലേ? ഇനി മൈസൂർ ടൂറിസം നമ്മൾ വിളിക്കണം. അതെ, വിളിക്കണം. അതെ, ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ജോഗ് ഫോൾസ് അവിടെയൊക്കെ പോകണം എന്ന് ഞാൻ ആക്ച്വലി നോക്കി വെച്ചിരിക്കുന്നത്. ഹംപി ഇതുവരെ പോയിട്ടില്ല. കുറേ സമയം ചിക്മംഗ്ലൂർ പോയിട്ടില്ല. ബന്ദിപ്പൂർ പോയി, പക്ഷെ ഒന്നും ഞാൻ കാണാൻ പറ്റിയില്ല. റോങ് ടൈം ആയിപ്പോയി. ആദ്യത്തെ മൊത്തം എനിക്കൊന്ന് റിസോർട്ട്സ് ഒന്നും കണ്ടില്ല കേട്ടോ. കുറേ ആക്ടിവിറ്റീസും ഫ്ലൈറ്റ്സിൻ്റെയും ഇതൊന്നും മേ ബി സ്പോൺസേഴ്സിൻ്റെ വല്ല ആയിരിക്കും. ഇനി സെക്കൻഡ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ അകത്ത് അവനാണ് എല്ലാ റിസോർട്ട്സും അതിൻ്റെയൊക്കെ കൗണ്ടേഴ്സ് വരുന്നത്. എനിക്കൊന്ന് ടൂറിസം ഇൻഡസ്ട്രിയിലുള്ളവർ ഈ ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെങ്കിൽ ഇറ്റ്സ് എ ടോട്ടൽ വേസ്റ്റ്. കാരണം ഇവിടെ സെമിനാർ സെക്ഷൻസ് അതൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി അതൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് AI ഇൻ ടൂറിസം ഇൻഡസ്ട്രി, എവല്യൂഷൻ ഓഫ് ടൂറിസം ട്രെൻഡ്സ്. നമ്മുടെ ബിസിനസ്സിന് അത്രയും പാഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അത് ഐദർ നെറ്റ്വർക്കിംഗ് ഓർ നോളേജ് ഓർ എന്തെങ്കിലും ബെനിഫിറ്റ്സ് കാണും. ആൻഡ് ഇറ്റ്സ് വെരി വെൽ കണ്ടക്റ്റഡ് ആൻഡ് ഓർഗനൈസ്. എന്തോരം വോളണ്ടിയേഴ്സ് ആണെന്നറിയോ? ഈ കാണുന്ന മൊത്തം സോൺ A തൊട്ട് സോൺ E വരെ എല്ലാം റിസോർട്ട്സ് ആണ്. യു കെൻ ഇമാജിൻ ഹൗ മെനി പ്രോപ്പർട്ടീസ് ആയി. നമ്മളൊക്കെ ഒരുപാട് റിസോർട്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു 80% നമ്മൾക്ക് അറിയില്ല. അപ്പം അത്രയധികം ക്ലാസി റിസോർട്ട്സ് ആണ് ഉള്ളത്. നമുക്കറിയാവുന്ന സാൻഡാരിയൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ കപ്പാസിറ്റി തന്നെ ആലോചിച്ച് നോക്ക്. ഇത്രയധികം റിസോർട്ട്സ് ഉണ്ട്. സോ ഹൗ മെനി ഓപ്ഷൻസ് ഡു യു ഹാവ്? ആൻഡ് ഇതിലുള്ള എല്ലാം ഒരു ബേസിക് ക്ലാസ്സും സർവീസും ഹോസ്പിറ്റാലിറ്റിയും കൊടുക്കുന്ന സ്ഥലങ്ങളായിരിക്കും. നമ്മൾ കോഴിക്കോട് പോയപ്പോൾ താമസിച്ച സ്ഥലമാണ് മലബാർ പാലസ്. ഞാൻ പ്ലസൻ്റ്ലി സർപ്രൈസ് ആയിരുന്നു. കാരണം പ്രോപ്പർട്ടി ലുക്ക്ഡ് ക്വൈറ്റ് ഓൾഡ്, പക്ഷേ അവരുടെ ഒരു പുതിയൊരു ഫ്ലോർ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് റൂംസ് വർ അമേസിങ്. ഞങ്ങൾ 2 തവണ ഇപ്പോൾ എക്സിബിഷന് കോഴിക്കോട് പോയപ്പോഴും താമസിച്ചത് മാനുവൽ സൺസിലായിരുന്നു. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഐറ്റംസ് ഉള്ളൂ, പക്ഷേ മിസ് ചെയ്യരുത്. എസ്പെഷ്യലി ദ ഷേക്സ്, ഇറ്റ് വാസ് റിയലി ഗുഡ്. ഗൈസ്, ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൗസ് ബോട്ടാണല്ലോ വരുന്നത്. നമ്മൾ ഹൗസ് ബോട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഒരു ലക്ഷറി ഹൗസ് ബോട്ടാണ്. ഇറ്റ് സ്പൈസ് റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ക്രൂസാണ്. ഭയങ്കര ലക്ഷറീസ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്ന ശിവരാജ്കുമാറും അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന്. വി ഹാവ് ജക്കൂസീസ്, സ്പാ ഇൻസൈഡ്. ഇറ്റ്സ് ലൈക്ക് ഞങ്ങൾ വിയറ്റ്നാമിലെ ഹലോങ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിനെയും കാട്ടി ഒരു എക്സ്ക്ലൂസീവ് വേർഷനാണ് അത്. കാരണം കുറേ റൂംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് അത്രയും ലക്ഷറി, പക്ഷേ വളരെ കുറച്ച് 1 ബെഡ്റൂം തൊട്ട് 5 ബെഡ്റൂം വരെയുള്ള ക്രൂസസ് ആണ് ഇവർ ചെയ്യുന്നത്. സോ എപ്പോഴെങ്കിലും ഇവരായിട്ടും ഒന്ന് അഫിലിയേറ്റ് ചെയ്യണം എന്നുണ്ട്. ഹൗസ് ബോട്ട്സ് ഒക്കെ ഒരിക്കലും നമ്മുടെ ലൈഫിലൊരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ആരും മിസ് ചെയ്യരുത്. എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയ പ്ലീസ് ഡു കം ആൻഡ് എൻജോയ് അവർ ബ്യൂട്ടിഫുൾ ഹൗസ് ബോട്ട്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് ഓഫ് ആലപ്പി. ഇത് എൻ്റെ വൺ ഓഫ് ദി ഓൾ ടൈം ഫേവറേറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഞാൻ പറയുന്ന പോലെ ഒരു ബക്കറ്റ് ലിസ്റ്റ് പ്രോപ്പർട്ടിയാണ്, കുമരകം ലേക്ക് റിസോർട്ട്. സോ ഇവരുടെ ഗ്രൂപ്പിൽ വരിക ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പോൾ ജോൺസ് ഹോട്ടലാണ്. സോ ഇവർക്ക് കൊച്ചിയിലുണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്, കുമരകം ലേക്ക് റിസോർട്ടുണ്ട്. ഞാൻ ഇവിടെ മാത്രമേ താമസിച്ചിട്ടുള്ളൂ, പക്ഷേ കൂർഗിലുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. മേ ബി ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ഇൻ കേരള എന്ന് വരെ പറയാം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ഇൻ കേരള. പൂൾവിലെ പറ്റുമെങ്കിൽ താമസിക്കുക. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് കുമരകം ലേക്ക് റിസോർട്ട്. അന്ന് കുമരകം ലേക്ക് റിസോർട്ടിനെ കുറിച്ച് പറയാൻ വല്ലതും ഉണ്ടോ? എപ്പോൾ പോയാലും ഒരു 10 days, ഒരു 2 weeks മുമ്പ് പോയിട്ട് ഒരു കസിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു. ലഞ്ച് നമ്മൾ എൻജോയ് ചെയ്തു. ആദ്യമേ താമസിച്ച ഏത് വർഷമാണ്? 2005 12 റൂം. 12 റൂമാ നിങ്ങളെടുത്താ? അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റി.
നമുക്ക് കാലിക്കറ്റിൽ OH ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ എക്സിബിഷൻ. പക്ഷേ അന്ന് നമ്മൾ അതിന് മുമ്പ് വയനാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മേപ്പിൾ ആഷ് റിസോർട്ടാണ് ചൂസ് ചെയ്തത്. അൺഫോർച്യുനേറ്റ്ലി പ്രിയയ്ക്ക് പറ്റാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇവരുടെ ഒരു പിക്കിലാണ് ഞാൻ വീണത്, ഈ ഒരു ജക്കൂസി വ്യൂ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇവരുടെ മേപ്പിൾ ആഷ് എന്ന പ്രോപ്പർട്ടിയുടെ ജക്കൂസി റൂമാണ്. സോ ബെഡ്റൂമിൽ തന്നെയാണ് ജക്കൂസി വരുന്നത്, അവിടുന്ന് നേരെ വ്യൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയുന്നത് അത് ബ്യൂട്ടിഫുൾ ബ്രിട്ടീഷ് കോട്ടേജ്. എത്ര 400 ഏക്കറിൻ്റെ അടിയിലെങ്ങാണ്ടാണ്. എന്താ, I never seen so many beautiful properties in a single small place. Like കേരളത്തിനുള്ളിൽ ഇത്രയും, അതിപ്പോൾ ജപ്പാനിൽ പോയാലും ടോക്കിയോ പോയാൽ പോലും ഇത്രയും ബ്യൂട്ടിഫുൾ ഉള്ള റിസോർട്ട്സ് ഇഷ്ടം മാതിരി ഇത്രയും നമ്പേഴ്സ് ഓഫ് റിസോർട്ട്സ് കാണില്ല. ഇത് പ്രൈവറ്റ് പൂളൊക്കെ അവർ പണിതാണ്. 6 bedrooms ആണ്. സോ യു ഹാവ് ടബ് ആൻഡ് യു ഹാവ് ദീസ് അമേസിങ് ഹ്യൂജ് ഹെറിറ്റേജ് പ്ലേസസ്, ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻഡ് ലോൺസ്. അടിപൊളി. അടുത്ത തവണ ഇനി വയനാട്ടിലേക്ക് പോകുമ്പോൾ മേപ്പിൾ ആഷിലും പറ്റുമെങ്കിൽ ഇവിടെ ഒരു ദിവസം താമസിക്കണം. 1948 തൊട്ടുള്ളതാണ്. ഇതെല്ലാ റിസോർട്ട്സും ഓബിയസ്ലി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മുടെ എറണാകുളത്തെയൊക്കെ വർഷങ്ങളായ ആൾക്കാർക്ക് ഒരു റെഗുലർ സ്ഥലം കാണും. അതുപോലത്തെ ഒന്നാണ് യുവറാണി. നമ്മുടെ ഭീമയുടെ സൈഡിലുള്ള MG റോഡിലുള്ള യുവറാണി റെസിഡൻസി. അവിടുത്തെ സീ ഫുഡൊക്കെ, ഉച്ചത്തെ മീൽസും സീ ഫുഡൊക്കെ നമ്മുടെയൊക്കെ ഒരു സ്റ്റേപ്പിളാണ്. അല്ലെങ്കിൽ കൗണ്ടറിൽ നിന്ന് ഉപ്പേരിയും ചക്കവരട്ടിയതും എടുക്കാം. കറക്റ്റ് സാധനം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എടുത്താ ഇവിടെ വരെ വന്നതല്ലേ. ഇവിടെയൊക്കെ വരുമ്പോഴേ അറിയുള്ളൂ എന്തോരം ബൊട്ടീക് പ്രോപ്പർട്ടീസ്. ലോകം ഫാം റിട്രീറ്റ്, ഇന്ത്യൻ സമ്മർ ഹൗസ്, എവറിത്തിങ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് യുണീക്ക്. കേരളം ഒരു സംഭവമാണ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് റിവ്യൂ കേട്ടിയ സ്ഥലമാണ്. പക്ഷെ ഇതുവരെ ഞാൻ പോയി താമസിച്ചിട്ടില്ല. ചാണ്ടീസ്, ഇവരുടെ ഒരു പുതിയ പ്രോപ്പർട്ടി ഉണ്ട്. അതും ഭയങ്കര അടിപൊളിയാണ്. എപ്പോഴും ഫോട്ടോസൊക്കെ കാണാറുണ്ട്. ഒരുപാട് പേര് നമുക്ക് അയച്ചു തരാറുണ്ട്, ചേട്ടാ പോയി ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് റേറ്റിങ്ങും, എനിക്കൊന്ന് ട്രിപ്പ് അഡ്വൈസറിലേക്ക് ഭയങ്കര ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചാണ്ടീസ് ഹോട്ടൽ. എനിക്കൊന്ന് കേൾക്കാത്ത ആരും കാണില്ല മൂന്നാറിൽ. ഞാൻ പറഞ്ഞത് കണ്ട് ഇവിടെ കുറേ യൂണീക്ക് ഉണ്ട്. ഈ ക്ലോതൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നത് തന്നെ. റിസോർട്ട് ആൻഡ് സ്പാ 36 റൂംസാണ് ഉള്ളത്. ബട്ട് ഇറ്റ് ലുക്ക് സോ നൈസ്. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. വയനാട്ടിലാണ്. ആൻഡ് എന്ത് രസമാണെന്ന് നോക്കുക. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. വയനാടൊക്കെ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്ന് പറയണ്ട, അത് വിട്ടേക്ക്. പ്രൈഡ് ഓഫ് കേരള എന്ന് വരെ നമുക്ക് പറയാം വയനാടൊക്കെ. ഹോപ്പ്ഫുള്ളി വയനാട് കംസ് ബാക്ക് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ഒറ്റ തവണ പോയി മോറിക്യാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തെ താമസിച്ചിട്ടുള്ളൂ. ആൻഡ് ഐ ലവ്ഡ് വയനാട്. ഐ ലവ് ദ പീപ്പിൾ. ഐ ലവ് ദ ബീഫ് ഓഫ് വയനാട്. ബീഫ് ഭയങ്കര ടേസ്റ്റാണ്. ഹോപ്പ്ഫുള്ളി വയനാട് ഒരുപാട് സ്ഥലങ്ങൾ പോയി എക്സ്പ്ലോർ ചെയ്ത് അടിക്ക് പൊളിക്കണം. ഒക്കെ ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ ഞാൻ ജസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വരുവാണ്. കൊണ്ടോട്ടി ഞങ്ങളിപ്പം മിസ്റ്റിക് മായപ്പാട്ടി താമസിച്ചിട്ടുണ്ട്. അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ മേ ബി വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് യുണീക് ബൊട്ടീക് ഹോട്ടൽസ് ആയിരിക്കും വേൾഡിൽ. കാരണം വാട്ടർഫോൾ ഇസ് ഫ്ലോയിങ് അണ്ടർ ദ പ്രോപ്പർട്ടി വിച്ച് ഇസ് സോ യുണീക്. ഏഷ്യൻ കൈറ്റ്സിൽ താമസിച്ചിട്ടുള്ള ഗ്രീൻവുഡ് സ്റ്റേക്കടി സൂപ്പർ. ഫാമിലി ആയിട്ട് സൂപ്പർ. കാരണം കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വാലിയിൽ താമസിച്ചിട്ടില്ല, ആംബർഡേയിൽ താമസിച്ചിട്ടില്ല, ബാക്കി എവിടെയും താമസിച്ചിട്ടില്ല. പക്ഷേ ഗ്രീൻവുഡ്സും മിസ്റ്റി മായപ്പാട്ടും അടിപൊളി പ്രോപ്പർട്ടീസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഹയാത്തില്ലാത്ത എന്ത് കൊച്ചിയല്ലേ. പക്ഷേ ഹയാത്ത് റീഗൻസിയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്കത് തൃശ്ശൂരിലെ ആണ് അവരിവിടെ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നത്. തൃശ്ശൂരിലെ ഗ്രാൻഡ് ഹയാത്ത് എല്ലാം ഉണ്ട്. കൊച്ചിയിൽ ആകെ കൂടെ സിറ്റിയിൽ ഒരു റിസോർട്ടായിട്ട് താമസിക്കാൻ പറ്റിയത് ഏക സ്ഥലം ഗ്രാൻഡ് ഹയാത്താണ്. കൺസിസ്റ്റൻ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതിൽ വേറെ ഒരു ഡബിൾ തോട്ട്സ് ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ള സ്ഥലമാണ് ബ്ലൂ ജെല്ലി ക്രൂസ്. സോ ബ്ലൂ ജെല്ലി ക്രൂസിൽ വേദുവിൻ്റെ ബർത്ത്ഡേ, ജെഫ്രിൻ്റെ ബർത്ത്ഡേ, ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ, അങ്ങനെ കുറേ സംഭവങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പുതിയ സംഭവമാണ്. ജസ്റ്റ് ലുക്ക് ഹൗ ഓസം ഇറ്റ് ലുക്സ്. അവരുടെ ഒരു ലക്ഷറി ക്രൂസ് വിത്ത് ജക്കൂസിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് ഡൈൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് വേറെ ലെവലായിരുന്നു. ഹൗസ് ബോട്ട് സൂപ്പർ. ഇതും ഇപ്പോൾ ഞങ്ങൾ ഒന്നും മറ്റേ സ്പൈസ് കോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും ലക്ഷറിയസ് ക്രൂസസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു ലവ്ലി ഫേവറേറ്റ് പ്രോപ്പർട്ടി, മേ ബി ചെറൈയിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം അധികം പ്രോപ്പർട്ടീസൊന്നും ചെറൈയില്ല. മാളിയേക്കൽ ഹെറിറ്റേജ് ഞാൻ എത്ര പേരെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? ഒരാൾ പോലും ബാഡ് ഒപ്പീനിയൻ പറഞ്ഞിട്ടില്ല. അവർക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ബീച്ച് ഏരിയ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ്സിൻ്റെ സൂപ്പറാണ്. ജെഫ്രിനൊക്കെ കെട്ടുവാണെങ്കിൽ ഇവിടെ വെച്ച് വേണമെങ്കിൽ കെട്ടിപ്പിക്കാം. അതല്ലാതെ അവരുടെ ഞങ്ങൾ പൂൾ വില്ല എല്ലായിടത്തും താമസിച്ചിട്ടുണ്ട്. മാളിയേക്കലിൻ്റെ കുറേ വ്ളോഗ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ചെറൈയിൽ ബീച്ച് ഹോളിഡേ വേണ്ടവർക്ക്, കൊച്ചിൻ്റെ ഏറ്റവും അടുത്തും ബീച്ച് ഹോളിഡേ വേണ്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് മാളിയേക്കൽ തന്നെയാണ്. നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ താമസിച്ചതും പിന്നെ എൻ്റെ ചേച്ചിയും ഞങ്ങൾ ആര് പോലും താമസിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലം ഗുരുവായൂരിൽ ഗോകുലമാണ്. പക്ഷെ ഇവരുടെ ഇതിൽ കാണുന്നില്ല. കുമരകത്തെ പ്രോപ്പർട്ടി ഉണ്ട്. അത് 1.5 സംഭവമാണ്. കാരണം ബ്രാൻഡ് ന്യൂ റിസോർട്ടാണ്.
കണക്റ്റിംഗ് പൂൾസ് ഉണ്ട്, പ്രൈവറ്റ് പൂൾസ് ഉണ്ട്. ബേസിക് റൂം എടുത്താൽ തന്നെ ഭയങ്കര ബാക്കോട്ട് വ്യൂ ആണ്. അത് എപ്പോഴെങ്കിലും ഒന്ന് പോയി ചെയ്യണം. ഭയങ്കര നല്ല പ്രോപ്പർട്ടി അതൊക്കെ കേട്ടിട്ടുള്ളത്. അതല്ലാതെ കാലിക്കട്ടൊന്നും ഉണ്ടെന്ന് അറിഞ്ഞില്ല. കോവളം, കൂർഗ്, പിന്നെ ഗോകുലം ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ആ ഒരു ഹോസ്പിറ്റാലിറ്റിയും ക്ലാസ്സും എന്തായാലും കാണും. സോ ഗുരുവായൂർ 100% റെക്കമെൻഡ് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി നമ്മൾ ഉടനെ തന്നെ കുമരകത്തും പോകണം. പിന്നെ ബാക്കിയുള്ള എല്ലായിടവും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാനിപ്പോൾ നിൽക്കുന്ന 2 റിസോർട്ട്സ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഈ 2 സ്ഥലവും ഞാനിപ്പോൾ ഏകദേശം ഒരു 5 years ആവാറായി നമ്മുടെ യൂട്യൂബ് ട്രാവൽ കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 2 സ്ഥലവും ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത്. ആക്ച്വലി എനിക്ക് സീറോ ആയിട്ടുള്ള, ഞാൻ താമസിച്ചിട്ടില്ല, സീറോ ആയിട്ടുള്ള നെഗറ്റിവിറ്റി വരാത്തൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ ചിലർ പറയും ചേട്ടാ ഞങ്ങൾ ആ സ്ഥലത്ത് പോയി താമസിച്ചു. എനിക്ക് സജഷൻസ് അയച്ചു തരാറുണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി താമസിക്കാറുണ്ട്. പക്ഷേ ഈ 2 സ്ഥലവും ഞാൻ ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ പോയി താമസിച്ച് വരെ സജസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ നെഗറ്റീവ് വരാത്ത 2 സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് വൈത്തിരി വില്ലേജ്, ഭയങ്കര ഒരു ഫീലുള്ള ഒരു ലക്ഷറി സ്പാ റിസോർട്ടാണ്. എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, കാരണം കാര്യം എക്സ്പ്ലനേഷൻ തരുന്നില്ല. പക്ഷേ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വരാത്ത ഒരു സജഷനാണ് വൈത്തിരി വില്ലേജ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവരുടെ ഒരു പ്രോപ്പർട്ടി ഞാൻ കണ്ടിരിക്കുന്നത്, ഇതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഹിൽസ് ആൻഡ് വ്യൂസ് ഭയങ്കര അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇടയ്ക്കായിട്ട് മൗണ്ടൻ ഷാഡോസിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട് വയനാട്. സോ ഇതൊന്നും ഞാൻ ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ടൊന്നും കേട്ടിട്ട് പോലും ഇല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം. ഹിൽസ് ആൻഡ് വ്യൂസ് അന്തുവിൻ്റെ റേഞ്ചിൽ പറ്റിയ ഒരു ട്രാവൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മഹാരാജ മറ്റേ ട്രെയിന് അത് മേരിയനെ വിടാം. $10,000 ഉള്ളൂ. പിന്നെ അതിന് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വഴി പൊക്കോട്ടെ. 9 ലക്ഷം രൂപ 4 ദിവസത്തേക്ക് വേണോ? മേരിയാൻ ഇത് കയറ്റി വിട്ടില്ലെങ്കിൽ നോക്കിക്കോ, വീഡിയോ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്രിയയുടെ പേഴ്സണൽ ഫേവറേറ്റ് പ്രോപ്പർട്ടിയാണ് സ്പൈസ് ട്രീ റിസോർട്ട്സ് മൂന്നാർ. അതിൽ ഏറ്റവും ഫേവറേറ്റ് അവർക്ക് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. എനിക്ക് വെൽനെസ്സിനെ കാട്ടി ഇഷ്ടം ഇവരുടെ മെയിൻ സ്പൈസ് ട്രീ ആണ്. ഇത് ഞങ്ങൾ താമസിച്ച റൂമാണ്. ഇത് പൂൾ, ഇൻഫിനിറ്റി പൂൾ വില്ല, ഹീറ്റഡ് പൂളാണ്. ഒരിക്കലും മറക്കാത്തൊരു സ്റ്റേ ആണ്. ഒരുപാട് പേരുടെ ഹണിമൂൺ ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ബുക്ക് ചെയ്ത് താമസിച്ചിട്ട് ടോട്ടലി എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു ഹിഡൻ പ്രോപ്പർട്ടിയാണ്, അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഈ ഒരു പ്രോപ്പർട്ടി. ഇത് ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സെറ്റ് ടു ബി സോ ബ്യൂട്ടിഫുൾ. വളരെ എക്സ്ക്ലൂസീവായിട്ട്, വളരെ ലിമിറ്റഡ് ക്രിക്കറ്റേഴ്സ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. ക്രിക്കറ്റേഴ്സ്, ഫിലിം സ്റ്റാർസ്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പ്രൈവസി വേണ്ടവർക്കൊക്കെ, ബിസിനസ്സുകാർ പോയി താമസിക്കുന്ന സ്ഥലമാണ്. അല്ലാതെ സാധാരണ ഹണിമൂൺ കപ്പിൾസ്, ടൂറിസ്റ്റും ഒക്കെ പോകാറുണ്ട്. ബിക്കോസ് ഓഫ് ദർ എക്സ്ക്ലൂസിവിറ്റി ഓഫ് ദ ലൊക്കേഷൻ, ഇംപെക്കബിൾ സർവീസ് ആൻഡ് ഫുഡ്. ഒരിക്കലും ഇവിടെ ഒന്നും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ എക്സ്പെൻസീവ് ആണെങ്കിലും നെഗറ്റീവ് പറയാൻ ഒന്നും കാണില്ല. ഇവിടുത്തെ ഫുഡ് കോർട്ട് ഷെഫ് പിള്ളേ, ഭാരത്തോട്ടുള്ള അതേതാണെന്ന് അറിയില്ല, BTH സോറി, പിന്നെ പന്തൽ. ഫുഡ് കോർട്ടിൽ വരെ സ്റ്റാൻഡേർഡ്, എല്ലാ ഹൈ സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ്. സോമതീരവും ഉണ്ട്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞങ്ങൾ നിർവ്വാണ 500 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. എന്നിട്ട് ഞാൻ വിളിച്ച് മറ്റേ ഇലയിലൊക്കെ ആയിരിക്കും തരുന്ന സംഭവമായിരിക്കും. അന്ത് ഷോക്കായി. എന്താ പറയാ, ഷെഫിനെ വിളിക്കണമെന്ന്. ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ മീനൊക്കെ പൊട്ടി കിടക്കുവാണ്. പക്ഷെ ആ കൂടെ ഇത്രയും പീസസേ ഉള്ളൂ. എന്നിട്ട് 500 രൂപ വെച്ചിരിക്കുന്നത് വളരെ ഡിസപ്പോയിൻറ്റിങ്. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. മോഡേൺ ബ്യൂട്ടിഫുൾ ഡിസ്കവറി ആയിരുന്നു. എത്ര റിസോർട്ട്സ്, എത്ര ബുട്ടീക്സ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഐ കൻ ഗ്യാരണ്ടി യു, ഇത്രയും സ്റ്റാൻഡേർഡുള്ള, ഇത്രയും അടിപൊളി റിസോർട്ട്സ് ഈ ഒരു ചെറിയ സ്ഥലത്ത്, എന്ന് പറഞ്ഞാൽ കേരളം പോലെ ഒരു ചെറിയ സ്ഥലത്ത് ഉള്ള പോലെ വേൾഡിൽ എവിടെയും കാണാൻ സാധ്യത കുറവാണ്. നമ്മൾ ടൂറിസം പേർപ്പസിന് ഇപ്പോൾ ഏകദേശം 42 കൺട്രീസിൽ പോയിട്ടുണ്ട്. സോ ഫൊർഗെറ്റ് അബൌട്ട് ലൈക്ക് കോലാലംപൂറോ അങ്ങനത്തെ ബിഗ് സിറ്റീസ്. ഈവൻ ജപ്പാനിൽ നമ്മളിപ്പം ഒരു ടോക്കിയോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണല്ലോ, അത് വിട്. അല്ലാതെ ഇതുപോലത്തെ ഒരു ഹിൽ സ്റ്റേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്താൽ പോലും ഇത്രയും സ്റ്റാൻഡേർഡുള്ള, ഇത്രയും അടിപൊളി റിസോർട്ട്സ് ഒരിക്കലും കാണില്ല. എന്തോരം വെറൈറ്റീസാണ്. ഹൗസ് ബോട്ട്സ് തൊട്ട്, ട്രീ ഹൗസസ് തൊട്ട്, മറ്റേ ഡോംസ്, ബുട്ടീക്ക് പ്രോപ്പർട്ടീസ്, ടീ പ്ലാന്റേഷൻസ്, എസ്റ്റേറ്റ്സ്, പ്രോപ്പർ സ്പാ ആൻഡ് റിസോർട്ട്സ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു എക്സ്പെൻസീവ് ആണ്. ഒബ്വിയസ്ലി പ്രോപ്പർട്ടീസ് എക്സ്പെൻസീവ്, പക്ഷേ ആ വാല്യൂ ഉണ്ടല്ലോ, കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഹോസ്പിറ്റാലിറ്റീസ് വേറെ ലെവൽ. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും റിസോർട്ട്സ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകില്ലല്ലോ. അത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് ഇനിയും ഇവിടെ വന്ന് കേരളം നമുക്ക് ടൂറിസത്തിലൊരു സംഭവം ആണെങ്കിലും അതിനപ്പുറം ആക്കണം. അതുപോലെ അത് വയനാട്ടിലൊക്കെ എന്തോരം പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ മച്ച് ടു ഡു ആൻഡ് എക്സ്പ്ലോർ ഇൻ അവർ ബ്യൂട്ടിഫുൾ കേരള. ആൻഡ് ഐ ഹോപ്പ് കേരള ടൂറിസം ബിക്കംസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ് ഇൻ ദ വേൾഡ്. ഓക്കെ, ഇനി നമുക്ക് ക്രൗൺ പ്ലാസയിൽ പോകണം. അവിടെ ഈവനിങ് ഡിന്നറുണ്ട്. ഈ ഒരു മൈൻഡിങ് അപ്പ് പാർട്ടി പോലെയാണ്. അവിടുത്തെ കൂടെ ഫുഡ്
കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 ദിവസത്തെ KTM ആഘോഷം അവസാനിപ്പിക്കുകയാണ്. അടിപൊളി. ഐ ലവ് KTM ഫംഗ്ഷൻസ്. അപ്പോൾ ഇന്ന് ഫൈനൽ ഡേ ഓഫ് KTM ആണ്. ഇറ്റ്സ് ക്ലോസിംഗ്. വാട്ട് എ ഗ്രാൻഡ് ഇവന്റ്. എനിക്കൊന്നും ഇതുവരെ നടന്നേയില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് KTMs ആയിരുന്നു. സോ ഹോപ്പ്ഫുള്ളി കേരള ടൂറിസം അടിപൊളിയായി വളരട്ടെ. ആൻഡ് എസ്പെഷ്യലി വയനാട് അടിപൊളിയായി ഇനി ബാക്ക് ടു ബെറ്റർ ദാൻ വാട്ട് ഇറ്റ് വാസ് ഓൾ ആവട്ടെ. ബിക്കോസ് ദേ നീഡ് അവർ ഹെൽപ്പ് ആൻഡ് അവർ സപ്പോർട്ട്. നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ. ആൻഡ് വയനാട് റിസോർട്ട്സ് ആറ് ഫസ്റ്റ് ഓഫ് ഓൾ കേരള റിസോർട്ട്സ് എൻ്റെ അഭിപ്രായത്തിൽ കേരളയും രാജസ്ഥാനാണ് റിസോർട്ട്സിൽ ഇന്ത്യയിലെ ബെസ്റ്റ്. അതിൽ ഏറ്റവും കൂടുതൽ അടിപൊളി റിസോർട്ട്സ് ഉള്ളത് കേരളമാണ്. ഏറ്റവും അടിപൊളി ലൈക്ക് ടോപ്പ് റിസോർട്ട്സ് ഉള്ളത് രാജസ്ഥാനാണ്. ലീല, താജ് പാലസും അതുപോലത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ഓവറോൾ നമ്പർ ഓഫ് ഏറ്റവും കൂടുതൽ അടിപൊളി റിസോർട്ട്സ് ഉള്ള കേരളമാണ്. ആൻഡ് വയനാട് ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ടോപ്പ് പ്ലേസസ്. എന്തായാലും നമ്മൾ ക്രൗണിലേക്കാണ് പോകുന്നത്. അവിടെ എന്താ സംഭവം എന്ന് പോയി നോക്കാം. ഇതന്നെ ആയിരിക്കുമല്ലോ. ലാസ്റ്റ് ഡേ ക്രൗൺ പ്ലാസയിലാണ് ഫംഗ്ഷൻ. ആസ് യൂഷ്വൽ ഹ്യൂജ് ട്രാഫിക് ആണ്. കുറെ പേര് റോഡിലും ആ ഏരിയയിലൊക്കെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അന്തു ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പാർക്കിംഗ് ആകും അല്ലെ? ഇതിന്റെ ഉള്ളിൽ മറ്റേ തെപ്പനയാക്കി കഴിക്കാൻ പോകുന്ന പറയാം. ആ സോക്ക ഇന്നും പാർക്കിംഗ് വാങ്ങി തന്നിട്ടുണ്ട് അന്തുവിന്റെ ഭീകരമായ ബുദ്ധി കാരണം. പക്ഷേ ഇവിടുത്തെ തിരക്ക് ഇത് എന്തായിരിക്കും? ഫുഡൊക്കെ അകത്തായിരിക്കും. ഇന്ന് ആക്ച്വലി മെയിനായിട്ട് ഇവിടെ നെറ്റ്വർക്കിംഗ് ഒക്കെയാണ്. സോ ഹോട്ടലുകാർക്കും ഏജൻസിനും ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്കൊന്നും ഇവിടുത്തെ കേരളത്തിലുള്ള ഒരു എല്ലാ ടോപ്പ് റിസോർട്ട്സും ഹോട്ടൽസും ഇതിൻ്റെ ഭാഗമാണ്. MMT ഒക്കെയാണ് മെയിൻ സ്പോൺസേഴ്സ്. എന്തായാലും നമുക്ക് നമ്മുടെ പരിചയക്കാരെങ്കിലും കാണും, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഫുഡിലേക്ക് തന്നെ പോവാം. ഈ ടാഗ് കിട്ടി വല്ല ഹോട്ടലിലൊക്കെ കാര്യം ചോദിച്ചാൽ എല്ലാം പറഞ്ഞു കൊടുത്തു തുടങ്ങട്ടെ. എനിക്ക് ഇതേക്കുറിച്ച് വലിയ വിവരമില്ല. മറ്റേ പ്രതിഭകളുടെ ഹോട്ടലിന്റെ യുറാണിയുടെ സ്റ്റാഫാന്ന് പറഞ്ഞാൽ മതി. നമ്മളല്ല. ഓക്കെ. ഇവിടെ വലിയ പരിപാടിയാന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ഓണത്തെയും കാട്ടി ഐ ഫീൽ ദിസ് ഇസ് മച്ച് മോർ ഗ്രാൻഡ്. ഇന്നലെ 3000 പേരും ഇന്ന് ഏകദേശം ഒരു 2000 പേരെയാണ് ഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ട്. അതെ, ഫുഡ് കൗണ്ടറൊക്കെ അവിടെ ഫുൾ സെറ്റ് ചെയ്യാണല്ലോ. അകത്തും വെളിയിലൊക്കെ ഉണ്ട് കേട്ടാ. ആളില്ലാന്ന് തെറ്റിദ്ധരിച്ചാണ്. ഇത് എന്താ ഇത്? വീണ്ടും രാജാക്കന്മാരുടെ ഫീസ്റ്റ് നോക്കിയത്. അവിടെ ലൈവ് ഗ്രിൽസ് ഉണ്ട് കേട്ടോ ഇന്ന്. ക്രൗണിന്റെ കിഡിലൻ ഒരു ജാപ്പനീസ് തെപ്പനിയാക്കി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് സോക്ക കേട്ടോ. അവരുടെ തന്നെ ലൈവ് കൗണ്ടർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. ലൈവായിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട് ചിക്കനൊക്കെ. കൊഴുവ ഫ്രൈ ഒക്കെ ഇതുപോലെ കൊണ്ടുവന്നു കേട്ടോ. കൊഴുവ ഫ്രൈ വിത്ത് ചട്നി അടിപൊളി. അതുപോലെ നല്ല ജംബോ പ്രോൺസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ഇതുപോലത്തെ നാടൻ സ്നാക്സ് ഉണ്ട്. പക്കാവട, ടാപ്പിയോക്ക, ബനാന ചിപ്സ്, മിക്സ്ചർ എല്ലാം കൂടുതൽ ഇതുപോലത്തെ കേരള സ്നാക്സ് അവർ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടാ ഇവരുടെ ഫുഡിങ്ങും ഇവരുടെ ഇവന്റും. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് ആണ് കേട്ടോ. ഇവിടുത്തെ ഷോർമ, ബർഗേഴ്സ്, പിന്നെ അതുപോലെ തന്നെ പാസ്റ്റാസ്, ലൈവ് കൗണ്ടേഴ്സ് ആണ്. ഗാർലിക് ബ്രെഡ്, ഓർഡർ അമേസിംഗ് സ്പ്രെഡ്. അതിൻ്റെ ഒക്കെ പ്രോഡക്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾ ഇറ്റാലിയൻ ബേസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും. ലൈക്ക് ഇൻഗ്രീഡിയൻസ്, ഇറ്റാലിയൻ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഒരിക്കലും ഫുഡ് കഴിയത്തുമില്ല ഇവിടെ. സാധാരണ ഫുഡ് കൗണ്ടേഴ്സ് പോലെ ഫുഡ് കഴിയത്തില്ല ഇവിടെ. ഫുൾ ടൈം ഫുഡ് കറക്റ്റ് ടൈം റീഫില്ലിംഗ് ആണ്. ഇത്രയും വലിയ ക്രൗഡ് ഉണ്ടായിട്ട് പോലും. തിരക്കില്ലാത്തപ്പോ നിങ്ങൾക്ക് ഈ ഇവന്റിന്റെ സ്കെയിലാണെങ്കിൽ ഇവിടെ ഫുഡ് കണ്ടാൽ മതി കേട്ടോ. ദാറ്റ് ഇസ് ലൈക്ക് ഒരു വെജ്. ഇത് കൊഴുവ ഫ്രൈ ആണ്, സൂപ്പറാണ്. ഇത് ചീസ് ആലപ്പിനോ സമോസാസ് റിയലി ഗുഡ്. ഗോബി മഞ്ചൂരിയൻ. ഇതൊരു തായ് കഫീർ ലൈം ആണ് കേട്ടോ. ചാർ ഗ്രിൽഡ് കഫീർ ലൈം ചിക്കൻ. ഇതൊരു ചൈനീസിൻ്റെ ഒരു ഫിഷ്. ഭയങ്കര ഒരു ആന്ധ്ര സ്റ്റൈൽ ചില്ലി ചിക്കൻ. ഇത് വെറും സ്റ്റാർട്ടേഴ്സ് ആണ്. ഒരിക്കലും ട്രേ കാലിയാവില്ല. അതുപോലെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് റീഫിൽ ചെയ്യുന്നത്. വെജ് കൗണ്ടർ ഒക്കെ ഉണ്ട്. നാടൻ കപ്പ, പനീർ, ഇത് മീൻകറി പോലെ ഉണ്ട് പനീർ. അതുപോലെ തന്നെ കുറെ സ്റ്റീംഡ് റൈസും ഇതെന്താ ദാലും നാനും സൂപ്പും. ഇതൊന്നും നമ്മൾ കഴിക്കുന്നില്ല. മെയിൻ കോഴ്സ് ഞാൻ ആ കൂടെ മട്ടൻ ബിരിയാണി ട്രൈ ചെയ്യാം. അല്ലാതെ ബീഫ്, ചിക്കൻ, പൊറോട്ട എല്ലാം ഉണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഇവിടെ വേറെ വൈബാണ് കേട്ടോ. ഫുൾ ഓൺ പാർട്ടിയാണ്. 3 days അൺലിമിറ്റഡ് പാർട്ടി. ഒരു കല്യാണത്തിനെ പോലെ അവർ ചെയ്യുന്നത്. അകത്ത് ഭാഗ്യത്തിന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഡെസേർട്ട് വന്നേ. സോ വലിയ തിരക്കില്ല, ലാവിഷായിട്ട് കഴിക്കും. ഇന്ന് ഡെസേർട്ട് നമ്മൾ ബ്രേക്കിംഗ്, കാരണം അത്ര അടിപൊളിയാണ്. ഗീവർ നോക്കി എനിക്ക് വേണ്ട. ബേക്ക് ലെമൺ ടാർട്ട്. ഓ, ശരിക്കും റെസ്റ്റോറൻറ്റിൽ പ്ലേറ്റ് ചെയ്യുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. ഡേറ്റ്സ് ആൻഡ് കോക്കനട്ട് പുഡിംഗ് അത് വേണ്ട. പാലട പായസം അത് വെച്ചിട്ടില്ല.
സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. സ്പാനിഷ് വാനില വിൽ ബി റിയലി ഗുഡ്. വൈറ്റ് ചോക്ലേറ്റ് ആൽമണ്ട് ഫ്രഷ് നല്ലതായിരിക്കും. ഇത് സോൾട്ടഡ് കാരമൽ ക്രീം ചെറി പോർട്ട്ഫോളിയോ ഫ്രം ഓൾ ദി വേ ഫ്രം ഇറ്റലി ക്ലാസിക് ടീരാമസു. ഓ അടിപൊളി കേട്ടോ. എല്ലാം മറ്റേ ഒരു റെസ്റ്റോറൻറ്റ് രീതിയിൽ അവർ പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഷുഗർ കഴിക്കുന്നില്ല? ഓ ഞാനും അപ്പോൾ പിടിക്കണോ? എനിക്ക് പറ്റില്ല, ഇന്നെങ്കിലും ഒന്ന് കഴിക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ താഴത്തെ പരിപാടി എന്താണെന്ന് നോക്കാം. എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ എം ഷുവർ ഇവിടെ ഒരുപാട് പേർക്ക് എസ്പെഷ്യലി ഹോട്ടൽ ഫീൽഡിലുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു നെറ്റ്വർക്കിംഗ് ഇവൻറ്റും എനിക്കത് KTMൽ ഒരു പ്രോപ്പർട്ടി ഉള്ളവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം സ്കോപ്പ് ഇസ് എൻഡ്ലെസ്. പീപ്പിൾ ഫ്രം അറൗണ്ട് ദ വേൾഡ്, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസസ്, ടിപ്സ്, ഒരു പ്രോപ്പർ ഓൺട്രപ്രണർ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ് ഓൺ എ ലാർജ് സ്കെയിലാണ്. എന്തായാലും എക്സ്ട്രീംലി വെൽ കണ്ടക്റ്റഡ്. ആൻഡ് ഫൈനലി എന്തായാലും ഒന്നും കൂടെ പോയി നോക്കാം എന്താ സംഭവം എന്ന്. പിന്നെ ഫുഡ് ഫസ്റ്റ് ക്ലാസ്.